പരിശുദ്ധ സുറിയാനി സഭയുടെ സൺഡേ സ്കൂൾ സ്ഥാപകനും സത്യവിശ്വാസത്തിന്റെ സംരക്ഷകനുമായ വലിയ തിരുമേനി എന്നറിയപ്പെടുന്ന വിശുദ്ധ പൗലോസ് മോർ അത്താനാസ്യോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ജനുവരി 26-ന് ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ വെച്ച് നടത്തപ്പെടുന്നു. ഇതോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി മൊർത്തമറിയം JSO ഹെണ്ണൂർ സൺഡേ സ്കൂൾ തുടർന്നുള്ള 3 ദിവസങ്ങളിലായി 3 എപ്പിസോഡുകൾ അവതരിപ്പിക്കുന്നു. അഭിവന്യ പൗലോസ് മോർ അത്താനാസ്യോസ് തിരുമേനി അയ്യമ്പള്ളിയിലെ തെക്കേക്കര കുടുംബത്തിൽ ശ്രീ മത്തായുടെയും അകപ്പറമ്പ് പള്ളി ഇടവകയിൽ പൈനാർത്ത് കുടുംബത്തിൽ ശ്രീമതി അന്നയുടെയും 3ാമത്തെ പുത്രനായി AD 1869 ജനുവരി 23-ന് ജനിച്ചു. കൊച്ചു പൗലോസ് എന്നായിരുന്നു തിരുമേനിയുടെ ചെറുപ്പത്തിലെ പേര്. കേവലം 10ാം വയസ്സിൽ കൊച്ചു പൗലോസ് ഷെമ്മാശനായി. AD 1879 ഏപ്രിൽ 21-ന് പുതുഞായറാഴ്ച അമ്പാട്ട് ഗീവർഗീസ് മോർ കൂറിലോസ് തിരുമേനി കൊച്ചു പൗലോസിന് കോറിയോ സ്ഥാനം നൽകി. സുറിയാനി ഭാഷയിൽ ഷെമ്മാശനെ പണ്ഡിതനാക്കിയത് അമ്പാട്ട് തിരുമേനിയാണ്. അതിനുശേഷം ഇംഗ്ലീഷ് പഠിക്കുവാനായി ആലുവയിൽ അന്നുണ്ടായിരുന്ന സർക്കാർ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ചു. പിന്നീട് കോട്ടയം CMS കോളേജ് ഹൈസ്കൂളിൽ ചേർന്ന് MD സെമിനാരിയിൽ സുറിയാനി, ദൈവശാസ്ത്രം എന്നിവ പഠിപ്പിക്കുന്ന അധ്യാപകനായി. 1898 പരിശുദ്ധ ചാത്തുരത്തിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിലും പുലിക്കോട്ടിൽ തിരുമേനി, കടവൽ തിരുമേനി എന്നിവയുടെ സഹകാർമ്മികത്വത്തിലും നവംബർ 25-ന് കശീശ പട്ടവും നവംബർ 28-ന് റംബാൻ പട്ടവും സ്വീകരിച്ചു. കടവിൽ പൗലോസ് മാർ അത്താനാസ്യോസ് തിരുമേനിയുടെയും കൊച്ചു പൗലോസ് റമ്പാച്ചൻ്റെയും അശ്രാന്ത പരിശ്രമത്താൽ ആലുവ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. കടവൽ തിരുമേനിയുടെ അനുവാദത്തോടെ പരുമല തിരുമേനിയോടൊപ്പം പരുമലയിലെത്തി 3 വർഷം അവിടെ താമസിച്ച് പരുമല പള്ളി നിർമ്മാണവും സെമിനാരി നിർമ്മാണവും ഭംഗിയായി പൂർത്തീകരിച്ചു. കടവൽ തിരുമേനി ആലുവ സെമിനാരി പണി തുടങ്ങുകയും കൊച്ചു പൗലോസ് റമ്പാച്ചൻ താങ്ങായി നിൽക്കുകയും ചെയ്തു. പരിശുദ്ധ അബ്ദുള്ള പാത്രിക്കീസ് ബാവ 1910 ജൂൺ 9-ന് അകപ്പറമ്പ് പള്ളിയിൽ വെച്ച് പൗലോസ് റമ്പാച്ചനെ പൗലോസ് മോർ അത്താനാസ്യോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തയായി വാഴിച്ചു. പുണ്യപിതാവ്